ഛത്തീസ്ഗഡിലെ പെൺകുട്ടികളുടെ നീതി നിഷേധത്തിനെതിരെ CPI പ്രതിഷേധത്തിന് നാരായൺപൂരിൽ ബുധനാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ആഗസ്റ്റ് മാസം 6-ാം തീയതി മറ്റന്നാൾ നാരായൺപൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ ധർണ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. CPI അതിന് മുൻകൈ എടുക്കുന്നു. സമാന മനസ്കരായിരിക്കുന്ന എല്ലാ ആളുകളെയും അതിനോട് കൂട്ടി യോജിപ്പിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു കേസെടുത്ത് കിട്ടാൻ നാരായൺപൂരിൽ, കാരണം ഈ കുട്ടികൾ നാരായൺപൂർ വാസികളാണ്. അവരുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി, ഒരു കുട്ടി താമസിക്കുന്ന അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അവിടെ കേസെടുത്തില്ല. മറ്റ് 2 കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി, അവിടെ എടുത്തില്ല. പിന്നെ അവിടെ ഈ പ്രത്യേകമായി SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ഒരു റേഷ്യ എന്നൊരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ പോയി, അവിടെ എടുത്തില്ല. അതിനുശേഷം പിന്നെ SP-യെ കണ്ട് വളരെ ബുദ്ധിമുട്ടി ആ പരാതി സ്വീകരിച്ചു. പക്ഷെ ഒരു ചെറിയ ഒരു കേസെടുക്കാൻ പോലും ഈ 143 എന്ന് പറയുന്ന സെക്ഷനൊക്കെ ഉൾപ്പെടാൻ ഇത്ര ഔത്സുക്യം കാണിച്ച ഒരു ഗവൺമെൻറ് പോലീസ് സംവിധാനം കേസെടുക്കാൻ പോലും പിന്നെ മടി കാണിക്കുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. ഡി ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, എന്താണ് ഈ കാര്യത്തിൽ CPI ചെയ്യാൻ പോകുന്നത്? CPI ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ സന്തോഷ് കുമാർ MP അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ കന്യാസ്ത്രീകൾക്ക്, മർദ്ദനത്തിനെതിരായ കന്യാസ്ത്രീകൾക്കും കയ്യേറ്റത്തിനെതിരായ കന്യാസ്ത്രീകൾക്കും ആ പെൺകുട്ടികൾക്കും എതിരെ കേസെടുക്കുകയും അവർ ജയിലിലടക്കുകയും ചെയ്തെങ്കിൽ പോലും ഈ ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ള മർദ്ദിച്ചവർ ഇപ്പോഴും പുറത്തു തന്നെ വിഹരിക്കുകയാണ്. ഇതിന് ഒരു അവസാനം വരണം. മാത്രമല്ല, ഈ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി രേഖാമൂലം നൽകിയെങ്കിൽ പോലും ഇതിൽ FIR ഇടാൻ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ CPI സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPI സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് മാത്രമാണുള്ളത്. ബാക്കിയുള്ള ബഹുജന സംഘടനകളെയും മറ്റ് സമാന മനസ്കരായ പാർട്ടി പ്രവർത്തകരെയും ഉൾപ്പെടെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ സന്തോഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്.